ഞാനിപ്പോൾ പാട്ട് എഴുതാൻ തുടങ്ങിയിട്ട് 33 വർഷം. അതിലൊരു ആഘോഷമൊന്നുമില്ല. ഇപ്പൊ സിനിമയിൽ ഇപ്പൊ എഴുതാൻ തുടങ്ങിയിട്ട് 25ാം വർഷമാണ്. അതും ആഘോഷിക്കാവുന്ന ഇല്ല. അങ്ങനത്തെ 40 ഹരിഹരൻ പിള്ള ഹാപ്പിയാണെന്നൊരു ഫസ്റ്റ് പടത്തിലാണല്ലോ 2002. അതെ, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോ ഇതിനിടയ്ക്ക് പാട്ട് മാറിപ്പോയി, നന്നായി മാറിപ്പോയി. അത് ജീവിതവും മാറിപ്പോയല്ലോ, നമ്മുടെ കാലം മാറിപ്പോകുന്നു. അതിനിടയ്ക്ക് സമാന്തരമായിട്ട് നാടകങ്ങളിലും ആൽബങ്ങളിലും ഒക്കെ എഴുതുന്നുണ്ട്. ഈ പഴയത് പുതിയതൊന്നും ഇല്ല കേട്ടോ, അങ്ങനൊരു സംഭവം ഇല്ല. അതായത് 25 വർഷം മുമ്പ് എഴുതിയ സാമവേദം സിനിമാ പാട്ടിനേക്കാൾ വലിയ ഹിറ്റാണ്. സാമവേദം നാവിൽ ഉണർത്തിയ സ്വാമിയേ. അപ്പോൾ അന്ന് ഒരു സീസൺ സോങ് ആയിട്ട് 10 പാട്ടിൽ ഒരു പാട്ടായിട്ട് ഒരു കാസറ്റിൽ ഇറങ്ങിയ പാട്ടാണ്. അപ്പോൾ അത് കാലത്തിൻ്റെ കൈ പിടിച്ച് ഇങ്ങോട്ട് സഞ്ചരിക്കുന്നുണ്ട്. അതുപോലെ നല്ല പാട്ടുകൾ, ഈ വലിയ വലിയ ഗാനരചയിതാക്കൾ 5000 6000 പാട്ട് എഴുതിയതിൽ 600 പാട്ടാണ് ഈ കാലാധിപത്യമായിട്ട് നമ്മൾ കൊണ്ടാടുന്നത്. ഇതിൽ അനുഭവങ്ങളുള്ളതേ നിലനിൽക്കും, ഒരു സംശയം വേണ്ട. അതായത് ഈ ഉത്സവപ്പറമ്പിൽ അച്ഛൻ്റെ കൈ പിടിച്ച് പോവും. അപ്പോൾ അച്ഛനാണ് കൈ പിടിച്ചിരിക്കുന്നതെന്നോ അച്ഛൻ്റെ ചൂടോ നമ്മൾ മറന്നു പോകും. കാര്യം അച്ഛനേക്കാൾ വലിയൊരാൾ അപ്പുറത്ത് നിൽപ്പുണ്ട്, കൊമ്പനാന, നെറ്റിപ്പൊട്ടം കെട്ടി നിൽക്കുക. അപ്പുറത്ത് വീട്ടിലില്ലാത്ത ബലൂണുണ്ട്, വളയുണ്ട്. ഇതെല്ലാം ആറാട്ട് കഴിയുമ്പോൾ തീർന്നു പോകും. അതുപോലെ ഈ ബഹളമൊക്കെ ഉണ്ടല്ലോ, ബഹളപ്പാട്ടുകൾ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് ഒരു ആറാട്ട് കഴിയുമ്പോൾ തീർന്നതിന് ശേഷം അച്ഛനെ ആലോചിക്കും. അതേപോലെയാണ് പാട്ട്. നല്ല മെലഡി ഈ ആറാട്ട് കഴിഞ്ഞിട്ട് നിലനിൽക്കും, ബഹളങ്ങളൊക്കെ തീർന്നു പോകും. അത് ഏത് കാലത്ത് ഇതൊക്കെ ഒരു കാലത്തിന്റെ ഒരു ബഹളമായിട്ടാണോ? കാലത്തിന്റെ ഈ കാലം മാറുമ്പോൾ പാട്ടുകൾ മാറുന്നുണ്ട്. പക്ഷെ പാട്ടെഴുത്തുകാരും സംഗീത സംവിധായകരും ഒരു സൂത്രം ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാ കാലത്തും. സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ലല്ലോ പാട്ട്. കാര്യം ചിലപ്പോൾ ബീഡി തീർക്കുന്ന തങ്കപ്പന് ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി ആണോ അതോ ഡിസംബർ ആണോ എന്ന് അറിയാൻ പാടില്ല. പക്ഷെ പുള്ളി പാടാൻ നേരത്ത് മാഘമാസം ഇവനങ്ങനെ അറിയാം. ഇന്ദിരവല്ലരി നസീറിനും അറിയാൻ മേല, നസീർ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിനും അറിയാൻ മേല. ആ സമയത്ത് നമ്മൾ വയലാർ പ്രത്യക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു ടെക്നിക്ക് സമകാലിക സിനിമയിൽ ഇല്ലാതായി. സിനിമാ പാട്ട് മാത്രമല്ല ലോജിക്കില്ലാതുള്ളൂ. ലോജിക്കില്ലാത്തൊരു സാധനമാണ്. പക്ഷെ നമ്മുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ കവിതയായതുകൊണ്ട്, സാക്ഷാൽ അഷ്ടാംഗ ഹൃദയം പോലും കവിതയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കവിതയായിട്ട് ഇങ്ങോട്ട് രൂപപ്പെട്ടതുകൊണ്ട് നമ്മൾ ഈ പാട്ട് സഹിക്കുകയാണ്. പാട്ടിന് ഒരു ലോജിക്കും ഇല്ല. കാര്യം ഒരാളും ഒരു ഭാര്യ അല്ലെ പാടിയ വല്ല മാനസികാവശ്യം കൊണ്ടുപോയാൽ മതി. പക്ഷെ അവിടെ നമ്മൾ സഹിക്കുന്ന ഒരു കാൽപ്പനിക സൗന്ദര്യമുണ്ട്. കാൽപ്പനികത എന്ന് നഷ്ടപ്പെടുന്നു പാട്ടിൽ നിന്നും. പാട്ട് റിയലിസ്റ്റിക് ആയി സിനിമ പോലെ എന്ന് ആരെങ്കിലും വാദിക്കുന്ന ആ സമയത്ത് പാട്ട് മരിച്ചു പോകും. പാട്ട് സിനിമയോടൊപ്പം മരിച്ചു. ഒരു ഉദാഹരണം, വിവാദമാകാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല, ഒരു ഉദാഹരണമുണ്ട്. ഒരു ഉദാഹരണം എൻ്റെ ജീവിതത്തിൽ ചെറിയ ഉദാഹരണം. റോമൻസ് എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അതില് 2 കപട പുരോഹിതന്മാർ ആണല്ലോ, കുഞ്ചാക്കോ ബോബനും ബിജു മേനോനും. അവര് തമ്മിൽ കുരിശ് കട്ടുകൊണ്ട് പോകുമ്പോഴാണ് പാട്ട്. അപ്പൊ കുരിശെട് അളിയാന്ന് പറഞ്ഞൊരു പാട്ടാണ് ഞങ്ങൾ ആദ്യം ചിന്തിച്ചത്. ആ സമയത്ത് അർത്തുങ്കല പള്ളിയിൽ ചെന്നിട്ട് ഈശോയെ കണ്ടിട്ട് നോശാന പാടാന്ന് അവിടെ ആവശ്യമില്ല. അർത്തുങ്കൽ പള്ളിയായിട്ട് ഒരു ബന്ധവും സിനിമയിലില്ല. പക്ഷെ അങ്ങനെ ഒരു പാട്ട് വന്നപ്പോൾ റോമൻസ് മാറിക്കഴിഞ്ഞിട്ടും പള്ളി കയറിൽ ഇത് പാടുന്നു. ഇതൊരു സൂത്രമാണ്. അവിടെ അങ്ങനെ ഒരു പാട്ട് വന്നതുകൊണ്ട് ഈ സൂത്രവാക്യം എനിക്ക് ഇഷ്ടമായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.